നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഗായകൻ പി ജയചന്ദ്രന് വിട നൽകാൻ ഒരുങ്ങുകയാണ് തൃശൂർ. മൃതദേഹം അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്ന് തൃശൂർ പൂങ്കുന്നത്തെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തിക്കും. സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിലും പൊതുദർശനമുണ്ടാവും. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഡാനി പോൾ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. ഡാനി, മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ശ്രീജ, ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന് പൊങ്ങുന്നത്തെ വസതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ ആംബുലൻസ്, അതോടൊപ്പം തന്നെ പോലീസ് വാഹനങ്ങൾ ഇതെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് ബന്ധുക്കൾ അടക്കം ഇങ്ങോട്ട് എത്തുന്നു എന്ന്, ചില ബന്ധുക്കൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ കൂടി എത്തിയതിന് ശേഷം മൃതദേഹം ആംബുലൻസിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കൈമാറും. തുടർന്ന് ആംബുലൻസിലേക്ക് കയറ്റി പൂങ്കുന്നത്തെ വസതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു ക്രമീകരണങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രധാനമായും തന്നെയും പൊതുദർശനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ തന്നെയാണ് ഇന്നുള്ളത്. ഇന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകുന്നത് പൂങ്കുന്നത്തെ വസതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. തുടർന്ന് ഏതാണ്ട് 2 മണിക്കൂറോളം അവിടെ പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. ഇതിനുശേഷമാണ് തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമി ഹാളിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ റീജിയണൽ തിയേറ്ററിലാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും വിപുലമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് കൂടുതൽ സമയം അവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നേരത്തെ 2 മണിക്കൂർ എന്നുള്ളതായിരുന്നു, 10 മണി മുതൽ 12 മണി വരെ എന്നതായിരുന്നു ആദ്യഘട്ട ക്രമീകരണം. ഒരുപക്ഷെ അവിടെ സമയം കൂടുതൽ നൽകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കൂടുതൽ പേർ അവിടേക്ക് എത്തിച്ചേരുക, അതിനുള്ളൊരു ക്രമീകരണങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അവിടെ അല്പസമയം കൂടുതൽ എടുത്തേക്കാം എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷമാകും വീണ്ടും പൂങ്കുന്നത്തെ വസതിയിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോവുകയും രാത്രിയും അവിടെ തന്നെ തുടരുകയും പിറ്റേന്ന്, അതായത് നാളെ രാവിലെ 8 മണിയോടെ അവിടെ നിന്ന് എറണാകുളം പറവൂർ ചേന്ദമംഗലത്തുള്ള പാലിയത്ത് തറവാട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. 3 മണിവരെ അവിടെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ അടക്കം അവിടെ നടക്കുക എന്നതാണ് നിലവിലെ ഒരു ക്രമീകരണം. ഇതാണ്. സമയക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം. അത് തിരക്കിന് ആനുപാതികമായിട്ട് തന്നെയാകും. പ്രധാനമായും ഈ 10 മണി മുതൽ 12 മണി വരെ എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇടമാണ് സാഹിത്യ അക്കാദമി ഹാളിലെ ഒരു സമയക്രമം നീണ്ടുപോയേക്കാം എന്നതാണ് ഒരു സൂചനകളുള്ളത്. പല തവണ അദ്ദേഹത്തിന് വലിയ പരിചിതമായ ഒരു നഗരത്തോട് അദ്ദേഹം യാത്ര പറയുമ്പോൾ സ്വാഭാവികമായും തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരും. നിലവിൽ തന്നെയും ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയെന്നെല്ലാം ചോദിച്ചുകൊണ്ട് തന്നെ പലരും അന്വേഷിക്കുന്നുണ്ട്, ആശുപത്രിയിലും പരിസരത്തുമെല്ലാമായിട്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു തിരക്കും കാര്യങ്ങളും എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ തിരക്ക് കൂടുതലായും ഉണ്ടാകുക ഈ സാഹിത്യ അക്കാദമി ഹാളിലെ പൊതുദർശന സ്ഥലത്തായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കുറച്ചുകൂടി സമയം അനുവദിക്കണമെന്ന രീതിയിലേക്ക് ചില ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. കൂടുതലൊരു ഔദ്യോഗികമായൊരു യാത്രയപ്പും ക്രമീകരണങ്ങളും എല്ലാം തന്നെ അവിടെ ആയിരിക്കാം എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സമയം കൂടുതൽ ഉണ്ടായേക്കാമെന്ന് കരുതപ്പെടുന്നു. എന്തായാലും അത് ഒരു ഔദ്യോഗികമായ രീതിയിലേക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ മൃതദേഹം കൈമാറുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റുകയും തുടർന്ന് പൂങ്കുന്നത്തെ വസതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ശ്രീജ.